ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. അതുകൊണ്ട് വലിയ തിരക്കില്ലാത്ത ഒരു ദിവസമാണ്. നമ്മളിന്ന് പതിയെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രോങ് ടീ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ വന്ന് നമ്മൾ അരിയൊക്കെ അടുപ്പത്തിടുന്നുണ്ട്. ഇന്ന് കുറച്ച് നമുക്ക് താമസിച്ച് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ലേസി ആയിട്ടൊക്കെ നിന്നാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കാപ്പിക്ക് അപ്പമാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഉച്ചക്കത്തേനും കൂടെ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെയൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മോൾ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് വേഗം അവൾ ഉണരുന്ന ഒച്ച കേട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാൻ നോക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. അവൾ അലമ്പായി തുടങ്ങിയപ്പോഴത്തേനും പിന്നെ അവളെ എടുത്ത് കുറച്ച് നേരം അവളെ കൊഞ്ചിച്ചുകൊണ്ടിങ്ങനെ നടന്നു. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കുറേ സമയത്തേന് ഭയങ്കര മൂഡ് ഓഫ് ആട്ടോ. പിന്നെ നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. പിന്നെ അവളെ ഒരുവിധം സമാധാനിപ്പിച്ച് ചേണ്ടയിലാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ടൊന്ന് പുറത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല മൂടി നിൽക്കുന്ന ഒരു മഴമൂടലൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ, രാവിലെ തന്നെ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ മോളും എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ചേട്ടനും മോനും പിന്നെയും കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തിങ്ങനെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു. പാലപ്പം ആട്ടോ, നമ്മൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ തന്നെ നമ്മൾ ഓരോ പണികളായിട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ അപ്പങ്ങളൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ സാമ്പാർ എയർ പോയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ചേട്ടൻ എഴുന്നേറ്റിട്ട് കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയം വേഗം അപ്പം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ തന്നെ പാലും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ കടയിൽ പോയിട്ട് വന്ന സമയത്ത് കുറച്ച് ബീഫൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്തൊക്കെ ഞാൻ എഴുതി കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണേ. അത് കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സാമ്പാറിന് ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സാമ്പാറിന് വേറൊരു പാത്രത്തിൽ കടുകൊക്കെ വറുത്തിട്ട് സാമ്പാർ പൊടിയൊക്കെ ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ സാമ്പാർ പൊടി മാത്രം ചേർത്തിട്ടാണ് ചേർക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പുളിയോ ഉലുവാപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല. അങ്ങനെ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അത് പരിപ്പില്ലാത്ത സാമ്പാറാണ് കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരിപ്പില്ലാത്ത സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചേട്ടൻ്റെ ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു, പിള്ളേർക്കൊക്കെ കൊടുത്തു. അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആളെനിക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് തരാൻ വേണ്ടി വന്നു കേട്ടോ. ആളെനിക്ക് അരിഞ്ഞൊക്കെ തന്നു. ഞാൻ പിന്നെ വേഗം തന്നെ തോരൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പപ്പായ, ഓമയ്ക്ക എന്ന് പറയും, പപ്പായയും ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ വേഗം തന്നെ അടുപ്പത്താക്കി വേഗം പണികളൊക്കെ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ബാക്കി പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ പരിപാടിയിലേക്ക് കിടക്കണം. ഇതിനിടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിൽ, നല്ലൊരു കാലാവസ്ഥ. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഈ ഒരു കാലാവസ്ഥ. അധികം ചൂടില്ല, എന്നാൽ നല്ല വെയിലും. അങ്ങനെ തിരിച്ച് കയറി വന്ന് ബീഫൊക്കെ കഴുകി നുറുക്കി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, സവോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ മീറ്റ് മസാലയാട്ടോ ചേർക്കുന്നത്, മല്ലിപ്പൊടി ചേർക്കാറില്ല. പിന്നെ കുറച്ച് മീറ്റ് മസാലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെന്തതിന് ശേഷം കടുക് താളിക്കുകയാണ്. അപ്പോൾ കടുക് താളിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ വറുത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും മോനും കൂടെ കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു. അപ്പോൾ നല്ല തകർപ്പൻ മഴ. പിന്നെ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്